റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ധന്യമാക്കിക്കൊണ്ട് ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അൽഫാഷറിൻ. എവിടുന്നാണ്? വണ്ടിപ്പേട്ട. അൽഫ എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? 3. നന്നായി പഠിക്കുന്നുണ്ടോ? ചോദ്യം ചോദിക്കട്ടെ? എളുപ്പമുള്ള ചോദ്യേ ചോദിക്കുള്ളൂ കേട്ടോ. എളുപ്പമുള്ളതേ ചോദിക്കൂട്ടോ. എളുപ്പത്തിൽ ഉത്തരം പറയോ? പെട്ടെന്ന് ഉത്തരം പറയോ? ഒറ്റക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അപ്പൊ ആരൊക്കെ ഉണ്ട് അവിടെ? അവരോട് ചോദിച്ചിട്ട് പെട്ടെന്ന് പറയണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഓപ്ഷൻ പറയോ? 18, 19, 20. 19 എന്ന ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാഹ്. അടുത്ത ചോദ്യം, സൗദാ ബീവിയെ മറവ് ചെയ്തത് എവിടെയാണ്? സൗദാ ബീവിയെ മറവ് ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ പറയോ? മക്ക, മദീന, ത്വായിഫ്. ഒന്നുകൂടി പറയോ? മക്ക, മദീന, ത്വായിഫ്. മദീന. മദീനയിലാണ് സൗദാ ബീവിയെ മറവ് ചെയ്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ഹലോ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാ? മദീന. എന്നാൽ ആ ഉത്തരം ശരിയാണ് കേട്ടോ. തെറ്റാന്ന് പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു പോയോ? അപ്പൊ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പേടിക്കില്ല നോക്കണ്ടേ? ഇപ്പൊ ചോദിച്ച രണ്ടും നല്ല ചോദ്യല്ലേ? എന്നാ ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കൊരു പാട്ട് പാടണം, എന്നാലും ചോദിക്കുള്ളൂ. എന്നാ ഒരു പാട്ട് പാടൂ. ഹലോ, ഒരു പാട്ട് പാടൂ. യാ ശബാബി താൽ. അവിടെ ബാക്കി അറിയില്ല അല്ലേ? ബാക്കി പഠിക്കണം കേട്ടോ. എന്നാ ചോദ്യം ചോദിക്കട്ടെ. സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. മഹാനായിരിക്കുന്ന സുലൈമാൻ നബിയുടെ നാമം എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? സുലൈമാൻ നബിയുടെ നാമം വിശുദ്ധമായ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്?
ഓപ്ഷൻ പറയോ 17, 18, 19. 17. 17. ആ 17 ഉറപ്പിക്കാം അല്ലേ? ആരാ പറഞ്ഞത് 17? ഉമ്മച്ചി. ഉമ്മച്ചിയോ? ആ ഉമ്മച്ചിക്ക് എങ്ങനെ കിട്ടി? ഉമ്മച്ചി പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടോ? ആ ഗൂഗിൾ പറഞ്ഞതാ? അല്ല. അല്ലല്ലേ, പഠിച്ചിട്ട് പറഞ്ഞതാ? ആ നമുക്ക് നോക്കാം ശരിയാണെന്നല്ലേ. ആ ഉമ്മച്ചി പറഞ്ഞ 17 എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കുക. ശരിയായാൽ സമ്മാനം, തെറ്റാണെങ്കിൽ സമ്മാനം പോയി അല്ലേ? ആ കിട്ടുമോ? സമ്മാനം കിട്ടുമോ? എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഷിരിഫ. മുഷരിഫ എവിടുന്നാണ്? മാണൂര്. മാണൂര്. മുഷരിഫ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാണ് എവിടെയാണ്? ഈല ഫൗണ്ടേഷനില്. കില ഫൗണ്ടേഷനിലാണ് അല്ലേ? ആ ആ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഉഷാറല്ലേ? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ? ആ ആ, എന്നാ ചോദ്യം ചോദിക്കട്ടെ. ആ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ആദ്യം കണ്ടിരുന്നു, പിന്നെ TV ഇല്ലാത്ത കാരണം കാണലില്ല. ആ, വിളിച്ചിരുന്നോ? മുമ്പൊക്കെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു, വിളിക്കലുണ്ട്. വിളിക്കലുണ്ട് അല്ലേ? നോക്കുക കേട്ടോ. ആ ഒന്നാമത്തെ ചോദ്യം ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ആയിഷ ബീവിയെ മറവ് ചെയ്തത് എപ്പോഴാണ്? ആയിഷ ബീവിയെ മറവ് ചെയ്യപ്പെട്ട ആ സമയമാണ് ചോദിക്കുന്നത് കേട്ടോ. ആ ഓപ്ഷൻ 1 ഉച്ചയ്ക്ക്, 2 രാവിലെ, 3 രാത്രി. ഉച്ചക്കാണോ, രാവിലെയാണോ, രാത്രിയാണോ ആയിഷ ബീവിയെ മറവ് ചെയ്തത്? രാത്രി. രാത്രി. ആ രാത്രി എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ രണ്ടാമത്തെ ചോദ്യം, ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ പേരെന്താണ്? ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് ഒരു പള്ളി നിർമ്മിച്ചത്. ആ പള്ളിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. 1 മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൻ നബവി, 3 മസ്ജിദുൽ അഖ്സ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻസ്. ഓപ്ഷൻ 1 മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൽ നബവി, 3 മസ്ജിദുൽ അഖ്സ. രണ്ടാമത്തെ എന്താണ്? മസ്ജിദുൻ നബവി. നബവി. മസ്ജിദ് നബവി. മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവി എന്നാണ് മുസ്ലിഫ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ആ ഒരു പാട്ടാണ്, അത് രചിച്ചത് ആരാണെന്ന് പറയണം. ആ മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ 1 OM കരുവാരക്കുണ്ട്, 2 ബാപ്പു വെളിപ്പറമ്പ്, 3 ബദറുദ്ദീൻ പാറന്നൂര്.
ഏതാണ് ശരിയായ ഉത്തരം? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എന്തൊക്കെയാ? ഒന്ന് OM കരുവാരക്കുണ്ട്, ആ രണ്ട് ബാപ്പു വെളിപ്പറമ്പ്, 3 ബദറുദ്ദീൻ പാറന്നൂര്. ഏതാണ് ശരിയായ ഉത്തരം? രണ്ടാമത്തെ എന്താ? ബാപ്പു വെളിപ്പറമ്പ്. അതാണോ? ബാപ്പു അത് ബാപ്പു വെളിപ്പറമ്പാണോ? ആ ബാപ്പു വെളിപ്പറമ്പ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഓർപ്പിക്കാം അല്ലേ? അതെ. അതെ. എന്നാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബാപ്പു വെളിപ്പറമ്പ് എന്നാണ്. ആ ഉത്തരം ലോക്ക് ചെയ്ത് മാറ്റാൻ പറ്റൂല കേട്ടോ. അറിയൊന്നുമില്ല, എന്നാലും വെറുതെ പറഞ്ഞാണ്. എന്നാലും എന്താ അങ്ങനെ പെട്ടെന്ന് ഈ 3 ആളെ പറഞ്ഞപ്പോൾ OM കരുവാരക്കുണ്ടിനെ പറഞ്ഞു, ബാപ്പു വെളിപ്പറമ്പ് പറഞ്ഞു, ബദറുദ്ദീൻ പാറന്നൂർ പറഞ്ഞു. അപ്പൊ എന്താ നിങ്ങൾ പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണോ? പാട്ട് പാടാറുണ്ടോ? ഇല്ല. കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട് അല്ലേ? കേൾക്കാറുണ്ട്. എന്നാലും ഈ ബാപ്പു വെളിപ്പറമ്പ് എന്നിങ്ങനെ പറയാൻ കാരണം ഉറപ്പുണ്ടോ? ഉറപ്പ് ഏതെങ്കിലൊക്കെ ഒന്ന് പറയണല്ലോ. ഏതെങ്കിലൊക്കെ ഒന്ന് പറയണം. അതിന്റെ പേരിലൊന്ന് പറഞ്ഞു എന്ന് മാത്രല്ലേ? അതോ അറിയില്ല. എന്നാലേ നമുക്ക് നോക്കി വെക്കാം. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. ഈ വരി നിങ്ങൾ പറഞ്ഞത് ബാപ്പു വെളിപ്പറമ്പ് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാവോ? എനിക്കറിയില്ല. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. സന്തോഷല്ലേ? സമ്മാനം കിട്ടുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവൂലേ? അല്ല, രണ്ടാളും തെറ്റിയിട്ട് മൂന്നാമത്തെ പോകുമ്പോ ഒരു സങ്കടല്ലേ? അപ്പൊ സങ്കടത്തിന് ഇങ്ങനെ ആകെ ബേജാറാവായിരുന്നല്ലേ? ശരിയാവോ ഇല്ലേ എന്നുള്ളതിലല്ലേ? എന്തായാലും ഇപ്പൊ സന്തോഷം കൊണ്ട് കരയാ? കരയൊന്നല്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നിഷ. ആരാണ്? നിഷ. നിഷ എവിടുന്നാണ്? തെക്കേപ്പുറം. തെക്കേപ്പുറത്ത്. നിഷ എവിടെയാണ് പഠിക്കുന്നത്? പള്ളപ്പുറം. പള്ളപ്പുറം സ്കൂളിലാ? എത്രാം ക്ലാസ്സിലാ? 3-ല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എളുപ്പമുള്ളതേ ചോദിക്കോളൂ കേട്ടോ. ആരെയും പ്രയാസപ്പെടുത്തൂല കേട്ടോ. പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എളുപ്പമുള്ളതേ ചോദിക്കോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിക സൈനിക നായകരിൽ, ഇസ്ലാമിൻ്റെ സൈനിക നായകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? 1 ഉസാമത്ത് ബിൻ സെയ്ദ്, 2 സെയ്ദ് ബിൻ സാബിത്ത്, 3 അബ്ദുല്ലാഹിബ്നു റവാഹ. ഏതാണ് ശരിയായ ഉത്തരം? 1 ഉസാമത്ത് ബിൻ സെയ്ദ്, 2 സെയ്ദ് ബിൻ സാബിത്ത്,
ആ 3 അബ്ദുല്ലാഹിബിൻ റവാഹ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഇസ്ലാമിക സൈനിക നായകരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ആരാണ്? ഹലോ. 1 ഉസാമത്ത് ബിൻ സെയ്ദാണോ? ഒന്ന് ഉസാമത്ത് ബിൻ സെയ്ദ്, 2 സെയ്ദ് ബിൻ സാബിത്ത്, 3 അബ്ദുല്ലാഹിബിൻ റവാഹ. ഇതിലേതാണ് ശരി? 1 ആണോ 2 ആണോ 3 ആണോ? അബ്ദുല്ലാഹിബിൻ റവാഹ അല്ലേ? അബ്ദുല്ലാഹിബിൻ റവാഹ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരി, ഉസാമത്ത് ബിൻ സെയ്ദാണ് കേട്ടോ. ശരി. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗേറ്റ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷഹബാസ്. എവിടെ നിന്നാണ്? തെക്കാപ്പുറം. ഷഹബാസ് എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണല്ലേ? നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ ഷഹബാസേ? കാണലുണ്ടോ? അപ്പൊ കിടന്ന് ഉറങ്ങില്ലേ ഇരുന്ന സമയത്ത്? കാണൂലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? ക്ഷീണുണ്ടോ? കുഴപ്പമില്ല അല്ലേ? എന്നാ ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, റൂഹുൽ അമീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? റൂഹുൽ അമീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലേ? ഇസ്രാഫീൽ എന്നാണ് ഷഹബാസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അത് ലോക്ക് ചെയ്തിട്ടോ. അണവാകി റൂഹുൽ അമീൻ തന്മൊഴിയായി അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാറബൂ സുഫിയാനും ബറീറ ചുമകേളും ഷാമിന് വാരുന്നു സൈറ. റൂഹുൽ അമീൻ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലേ? എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാമാണ് കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ശരിയായ ഉത്തരം കേട്ടോ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗേറ്റ്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് സിനാൻ. എവിടുന്നാണ്? ഞാവലങ്ങാട്. സിനാനെ എന്ത് ചെയ്യുന്നു? 9ാം ക്ലാസ്സിൽ പഠിക്കാണ് അല്ലേ? എന്തൊക്കെയാ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അല്ലേ? ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, തിലാവത്തിന്റെ സുജൂദുള്ള സ്ഥലങ്ങൾ എത്രയാണ്? തിലാവത്തിന്റെ സുജൂദ് എത്ര സ്ഥലങ്ങളിലാണ്? ഓപ്ഷൻസ് ഉണ്ട്. 13, 14, 15. 14. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ് വരെ പഠിച്ചു? എന്താ പിന്നെ പോവാതിരുന്ന്? പിന്നെന്താ പോവാതിരുന്ന്? പിന്നെ കുട്ടികൾ കുറവാണെങ്കിലും പഠിക്കണം കേട്ടോ. ഇനിയും പഠിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് 14 എന്നാണ്. 14 എന്ന ഉത്തരം ശരിയാണ് കേട്ടോ.
ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരുടെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഒന്നുകൂടി ചോദിക്കോ? മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം എന്നവരുടെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഇസ്മായിൽ നബിയുടെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് 11, 12, 13. 12. 12. ആ 12 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണെന്ന് നോക്കല്ലേ? നോക്കാം. ശരിയാവോ? അറിയില്ല, ശരിയാവും വിചാരിക്കണേ. വിചാരിക്കണേ. ഇവരെന്താ അത്ര പെട്ടെന്ന് 12 പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞല്ലോ? അത് മനസ്സിലാൻ വന്നേ. അതാണ് ഓപ്ഷൻസ് മനസ്സിലാൻ വന്നേ. നമുക്ക് നോക്കുക. നിങ്ങൾ പറഞ്ഞത് 12 എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യം കേട്ടോ സിനാൻ. ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞാൽ സമ്മാനം കിട്ടും. നോക്കല്ലേ? ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരകൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചാരകൻ, റസൂലിൻ്റെ പരിചാരകൻ എന്നറിയപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. റസൂലിൻ്റെ പരിചാരകൻ എന്നറിയപ്പെട്ട ഒരു സ്വഹാബി. ആരാണ് ആ സ്വഹാബി? ഓപ്ഷൻസ്: സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒന്നുകൂടി പറയോ? 1 സുബൈർ ബിൻ അവ്വാം, 2 അനസ് ബിൻ മാലിക്, 3 അബ്ദുല്ലാഹി ബിൻ റവാഹ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഒന്നാമത്തെ സുബൈർ ബിൻ അവ്വാം. അതന്നെ, സുബൈർ ബിൻ അവ്വാം. ഉറപ്പിക്കല്ലേ? സംശയമില്ല? ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം. സിനാൻ ഉറപ്പിക്കാൻ പറഞ്ഞു, അത് ഉറപ്പിച്ചുട്ടോ. നല്ല ഉത്തരം ശരിയാണെന്ന് നോക്ക. നിങ്ങൾ പറഞ്ഞത് സുബൈർ ബിൻ അവ്വാം എന്നാണ്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അനസ് ബിൻ മാലിക്കാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.